നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേരൂ, ഇത് കുടിക്ക്. ലൈം ജ്യൂസാ, ഒന്ന് തടുക്കട്ടെ. കുടിക്ക്. ലതിക ആന്റി ഒന്ന് വിളിച്ചതിന് നിനക്കെന്തിനാ മോളെ ഇത്ര ടെൻഷൻ? വിനയൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അറിയില്ലേ ചേച്ചി, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അയാള് ജയിലിൽ നിന്ന് ഇറങ്ങിയ രഘുവേട്ടനൊക്കെ അറിയാതിരിക്കോ? ഇത് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതിന്റെ റിയാക്ഷനാ. വീട് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് വിനയനെ നിയമപരമായി ഉപേക്ഷിക്കരുതെന്ന്. അതവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. നീ വിനയനെ ഉപേക്ഷിച്ചാലും മക്കളുടെ അവകാശം എന്നും നിലനിൽക്കും. അതുപോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ ഇവള്. പിന്നെ എന്റെ അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ജീരു. വേണ്ടഞ്ഞിട്ട് തന്നെയാ. സ്വത്തിന് വേണ്ടി എന്റെ മക്കളെ കൊണ്ട് അയാളെ അച്ഛനെന്ന് വിളിപ്പിക്കുന്നതിനൊക്കെ നല്ലത് അവരെ ഞാനങ്ങ് കൊന്നുകളയുന്നതാ. അത്രയ്ക്ക് നികൃഷ്ട ജന്മം അയാള്. നമ്മുടെ മഞ്ചാടിയുടെ അഭിമാനം പണയപ്പെടുത്തി കാശുണ്ടാക്കാൻ നോക്കിയവൻ നാളെ സ്വന്തം മക്കളെ വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ്? മതി ചേരൂ, ഇനി നീ ഒന്നും പറയല്ലേ. നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. അനുചേച്ചിക്ക് മനസ്സിലാവും, പക്ഷെ മനസ്സിലാകാത്തവരും ഇവിടെ ഉണ്ട്. ദയവേത് അവരോട് എന്റെ കാര്യത്തിൽ ഇനി ഇടപെടരുതെന്നൊന്ന് പറ. മൂത്തവരുടെ വാക്ക് മുതിർന്നിരിക്കേ ആദ്യം കഴിക്കും, പിന്നീട് അതിന്റെ മതിനും തിരിച്ചറിയും. വിട് ചേച്ചി. ചേരൂ, കുറച്ചേരം സ്വസ്ഥായിട്ട് ഇരുന്നോട്ടെ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ പറയുന്നത് കേട്ടാ ഞാനാണ് അവളെ സ്വസ്ഥത കെടുത്തുന്നതെന്ന് തോന്നുമല്ലോ. ഞാനേ നിങ്ങളുടെ മൂത്ത ചേച്ചിയാ. അച്ഛനില്ലാത്തപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ എന്ത് നടന്നാലും എന്റെ അഭിപ്രായം ഞാൻ പറയും. അല്ലാതെ വേലക്കാരിയെ പോലെ നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തന്ന് ഇവിടെ മിണ്ടാതിരിക്കേണ്ട കാര്യം നീ അമ്പളിക്കില്ല. അല്ലെങ്കിലും ഞാനെന്താ ഇതിനു മാത്രം പറഞ്ഞത്? ആ ലതികാന്റിയോട് ഇത്ര കടുപ്പത്തിൽ സംസാരിക്കേണ്ടിരുന്നില്ലേ മാത്രല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അതിന് ഇവൾ ഇങ്ങനെയൊക്കെ പറയണോ അനു? നമ്മള് ഓരോരുത്തരുടെ അവസ്ഥ അറിഞ്ഞു പെരുമാറണ്ടേ ചേച്ചി. അവര് വിളിച്ചതിന്റെ വിഷമത്തിലിരിക്കുമ്പോ ചേച്ചി അവളെ കുറ്റപ്പെടുത്തിയ ആർക്കായാലും ദേഷ്യം വരില്ലേ? എനിക്കാരെയും സുഖിപ്പിച്ചുകൊണ്ട് കാര്യം പറയാൻ അറിയില്ല. നിനക്കത് പറ്റും. അതുകൊണ്ടാണല്ലോ നിന്നോട് ആർക്കും ദേഷ്യം ഇല്ലാത്തത്. അമ്പളിക്ക് ഒരു മുഖേ ഉള്ളൂ. അത് വികൃതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലേ അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെയൊക്കെ പരാജയമാ. ജീവിതത്തിൽ ഇനിയും തിരിച്ചടികൾ കിട്ടുമ്പോ നിങ്ങൾക്കൊക്കെ അത് നല്ലോണം മനസ്സിലാവും. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഈ വീട്ടിൽ ആർക്കും സ്വസ്ഥത കൊടുക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ അച്ഛന്റെ വീടാ. ഇവിടെ എല്ലാ മക്കൾക്കും സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. വന്ന് വലിയച്ചിപ്പോ ഇന്ദ്രേട്ടന്റെ അമ്മയെ പോലെ ആവുന്നുണ്ട്. ഞാൻ മാത്രം ശരിയെന്നുള്ള ഭാവവും പറഞ്ഞു തോക്കുമ്പോ ശാപവും ഇതൊന്നും ഇവിടെ ചെലവാവാൻ പോകുന്നില്ല. മഞ്ചാടി, ചേച്ചി, മതിയായി. ഇളയവളും കൂടി ആയിപ്പോ തൃപ്തിയായി. നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ ചേച്ചി? നിനക്ക് സന്തോഷായില്ലേ അനു? ചേച്ചി കേട്ടില്ലേ ഞാൻ സുശീലാന്റിയെ പോലെ ആവുന്നുണ്ടെന്ന്? നല്ല ഉപമ. ഇതിൽ കൂടുതൽ എന്ത് വലിയ അംഗീകാരം എനിക്ക് കിട്ടുക? ചേച്ചി വേണ്ടനു, അവളുടെ മാനസികാവസ്ഥ കൂടി ഞാൻ നോക്കണമെന്നല്ലേ നീ പറയാൻ വരുന്നേ? നോക്കിക്കോളാം. ഇനി എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളാം. നോക്കിക്കോളാം.
ചേച്ചി ചേച്ചിയല്ല, ഈ വീട്ടിലെ വേലക്കാരി. നിങ്ങളുടെയൊക്കെ മനസ്സില് എനിക്ക് ആ സ്ഥാനേ ഉള്ളൂ എന്ന് ഇന്ന് മനസ്സിലായി. ഞാനും ഇനി അങ്ങനെ കരുതി തന്നെയാ ജീവിക്കാൻ പോകുന്നത്. ചേച്ചി ചേച്ചി